നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ നിന്നും ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. വിമാനയാത്രയ്ക്കിടെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായ 11 മാസം പ്രായമായ കുഞ്ഞ് മരിച്ചു. കോഴിക്കോട് സ്വദേശികളായ ദമ്പതികളുടെ മകൻ ഫെസിൻ അഹമ്മദാണ് മരിച്ചത്. ദോഹയിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയതായിരുന്നു ഇവർ. വിമാനത്തിൽ പ്രാഥമിക ചികിത്സ നൽകിയിരുന്നു. ശേഷം അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവമുണ്ടായത്. മാസം തികയുന്നതിനു മുമ്പ് കുഞ്ഞ് ജനിച്ചു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. തുടർ ചികിത്സകൾക്ക് വേണ്ടിയാണ് നാട്ടിലെത്തിയത്. ഗൾഫ് എയർ വിമാനത്തിലായിരുന്നു അമ്മയും കുഞ്ഞും എത്തിയത്. വിമാനത്തിനുള്ളിൽ വെച്ച് ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവുകയായിരുന്നു. മരണകാരണം അറിയാൻ പോസ്റ്റ്മോർട്ടം വേണമെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ മെഡിക്കൽ റിപ്പോർട്ട് ഉൾപ്പെടെ പരിഗണിച്ച് പോസ്റ്റ്മോർട്ടം ഒഴിവാക്കുന്നത് സംബന്ധിച്ചും പോലീസ് ചർച്ച നടത്തുന്നുണ്ട്. അതേസമയം നമുക്ക് വിമാനവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചില വാർത്തകൾ കൂടി നോക്കാം. മദ്യപിച്ച് വിമാനം പറത്താനെത്തിയ പൈലറ്റ് അറസ്റ്റിൽ. ജോർജിയയിൽ നിന്ന് ഷിക്കാഗോയിലേക്ക് പുറപ്പെടേണ്ട സൗത്ത് വെസ്റ്റ് എയർലൈൻസിന്റെ വിമാനത്തിന്റെ പൈലറ്റായിരുന്നു മദ്യപിച്ച് എത്തിയത്. എയർപോർട്ടിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പൈലറ്റിനെ പിടികൂടി. ഇതേ തുടർന്ന് മണിക്കൂറുകളോളം വിമാനം വൈകുന്ന സാഹചര്യം ഉണ്ടായി. സൗത്ത് വെസ്റ്റ് എയർലൈൻസിന്റെ 52 വയസ്സുള്ള പൈലറ്റ് ഡേവിഡ് ആഷസോപ്പാണ് ഇത്തരത്തിൽ മദ്യപിച്ച് വിമാനം പറത്താനെത്തിയതിൽ അറസ്റ്റിലായത്. പൈലറ്റിൽ നിന്നും മദ്യത്തിന്റെ ഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. ഇയാളെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി ജോലിയിൽ നിന്ന് നീക്കി. യാത്രക്കാർക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളിൽ ക്ഷമാപണവും സൗത്ത് വെസ്റ്റ് എയർലൈൻസ് അറിയിച്ചു. പുലർച്ചെ 6:05 പുറപ്പെടേണ്ടിയിരുന്ന വിമാനം പുതിയ പൈലറ്റിനെ എത്തിച്ച ശേഷമാണ് പിന്നീട് സർവീസ് നടത്തിയത്. മറ്റൊരു വാർത്ത കൂടി നോക്കാം. തിരുവനന്തപുരത്ത് നിന്ന് അബുദാബിയിലേക്ക് രാത്രി 9 പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കി. വിമാനം പുറപ്പെട്ട ശേഷം യാത്രാമധ്യയാണ് സാങ്കേതിക തകരാർ പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എതിരെ വന്ന വിമാനത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ആന്റിന ഉൾപ്പെട്ട സിഗ്നൽ സംവിധാനമാണ് തകരാറിലായത്. ഇതേ തുടർന്ന് വിമാനം തിരിച്ചിറക്കാൻ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിൽ അനുവാദം ചോദിച്ചു. യാത്രാവേളയിൽ എതിരെ വരുന്ന വിമാനങ്ങളുമായി കൂട്ടിയിടി ഒഴിവാക്കുന്നത് സജ്ജമാക്കിയിട്ടുള്ള സംവിധാനവുമായി ബന്ധപ്പെട്ട ആന്റിനയാണ് ഇത്തരത്തിൽ തകരാറിലായത്. ഇത് കാരണം വിമാനത്തിന്റെ അടിയിൽ മധ്യഭാഗത്തുള്ള ലൈറ്റ് തെളിയാത്ത അവസ്ഥയിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമായ സിഗ്നൽ കിട്ടിയിരുന്നില്ല. 3 കുട്ടികൾ ഉൾപ്പെടെ 172 യാത്രക്കാരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. വിമാനത്തിലുള്ള അധിക ഇന്ധനം കത്തിച്ചു തീർക്കാൻ 16 തവണ ആകാശത്ത് വട്ടമിട്ട് പറന്നു. 11:20 വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തുവെന്ന് വിമാനത്താവളം അധികൃതർ അറിയിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത. രോഹിണിയുടെ പ്രവാസിയാണ്.